ഈ സെലിബ്രിറ്റി ബ്രേക്കപ്പ് ഇന്റർവ്യൂസിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. സംസാരിക്കുന്നതിന് മുമ്പേ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ഞാൻ ഒരിക്കലും ഈ ടോക്സിക് റിലേഷൻഷിപ്പിനോ അല്ലെ അബ്യൂസീവ് ബിഹേവിയറിനോ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ ഒന്നും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല. ഒരിക്കലും ഇത് സപ്രസ് ചെയ്യാനോ ആരും അറിയാതെ മൂവ് ഓൺ ചെയ്യണമെന്നൊന്നും ഒരിക്കലും പറയില്ല. ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ അടുത്ത ക്ലോസ് ഫ്രണ്ട്സിന്റെ അടുത്ത്, ഫാമിലിന്റെ അടുത്ത്, തെറാപ്പിസ്റ്റിന്റെ അടുത്തൊക്കെ സംസാരിച്ച് ഹീൽ ചെയ്ത് മൂവ് ഓൺ ആണ്ട് അത്യാവശ്യമാണ് ഇതിനകത്ത്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതിൽ പലരും കമന്റ് ചെയ്യുന്നുണ്ട് ഓപ്പോസിറ്റുള്ള പാർട്ട്ണറിന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ പേര് പറയേണ്ട ആവശ്യമില്ല. പബ്ലിക്കിന് അറിയാം ആരാണ് ഈ ഓപ്പോസിറ്റുള്ള പാർട്ട്ണർ. ഇതിലെന്താ ശരിക്കും പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് റിലേഷൻഷിപ്പ്, അതായത് ഞാൻ അടക്കമുള്ള പബ്ലിക്, അതായത് നമ്മൾ ഔട്ട്സൈഡേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരു പ്രൈവറ്റ് റിലേഷൻഷിപ്പിന്റെ ബ്രേക്കപ്പ് പബ്ലിക് ആയിട്ട് ആ പാർട്ട്ണറിനെ ഒരു പബ്ലിക് ട്രയലിന് വേണ്ടിയിട്ട് കൊടുക്കുക. കാരണം നമ്മൾ ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല, നമുക്കറിയില്ല ആ പ്രൈവറ്റ് റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു ബ്രേക്കപ്പ് എന്ന സമയത്ത് അത് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതെനിക്ക് എന്തോ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഒരു വ്യക്തിയുടെ വേർഷൻ മാത്രം വെച്ചിട്ട് ഒരു പ്രൈവറ്റ് റിലേഷൻഷിപ്പിനെ പബ്ലിക്കായിട്ട് വിചാരണ ചെയ്യാൻ ആൾക്കാർ. ഒരു പബ്ലിക് ട്രയലാണ് ഇപ്പം ഓൺലൈനിൽ നടക്കുന്നത്. എനിക്കിതെന്തോ ഒരു തരത്തിൽ ജസ്റ്റിഫൈ ചെയ്യാൻ തോന്നില്ല. കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ ജെൻഡർ ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കെ. പുരുഷനാണ് ഇതുപോലെ വന്നിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സ്ത്രീനെ പറ്റി സംസാരിക്കുന്നത്. അവർ ഭയങ്കര നാർസിസ്റ്റിക് ആയിരുന്നു, ബിഹേവിയർ ഇങ്ങനെ ആയിരുന്നു, എൻ്റെ അവരെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചില പ്രൈവറ്റ് കാര്യങ്ങൾ പബ്ലിക്കിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ എങ്ങനെയായിരിക്കും പബ്ലിക് റിയാക്ട് ചെയ്യാം? സ്ത്രീയുടെ കാര്യം വരുന്ന സമയത്ത് എല്ലാവരും പറയും എന്താ പ്രൈവസി ഉണ്ട്, ഫ്രീഡം ഉണ്ട്, അല്ലെങ്കിൽ ഡിഗ്നിറ്റി മോശപ്പെടുത്തി എന്നൊക്കെ ആളുകൾ സംസാരിക്കാൻ തുടങ്ങും. ഇതേ സെയിം കാര്യം ഒരു പുരുഷന് അർഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പ്രൈവസിയും ഡിഗ്നിറ്റിയും ഫ്രീഡം ഒക്കെ ഒരു ജെൻഡറിന് മാത്രം ഉള്ളതല്ല, ഇത് പുരുഷനും സ്ത്രീയും ഒരുപോലെ അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്ത്, ചിലർ പറഞ്ഞു 2 വർഷം ആ നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ നിന്നിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അതിൽ അവൻ ബ്രേക്കപ്പ് പറഞ്ഞു പോയപ്പോഴാണോ മനസ്സിലായത്. അതും ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു വിചാരണയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പം ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് മനസ്സിലായി എന്ന് വരില്ല അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ നാർസിസ്റ്റിക് ബിഹേവിയർ ആണ്. കാരണം നമ്മൾ ഭയങ്കര ട്രോമ ബോണ്ട് ഉണ്ടാവും ചില സമയത്ത്, അല്ലെങ്കിൽ ഭയങ്കര ബ്ലൈൻഡ് ആയി പോകും ആ റിലേഷൻഷിപ്പിൽ. ചിലപ്പോൾ അതിൽ നിന്ന് പുറത്തിറങ്ങി ആ ബ്രേക്കപ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങി ഓരോന്നിങ്ങനെ ആലോചിക്കുമ്പോഴായിരിക്കും ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ 2 വർഷം ആ റിലേഷൻഷിപ്പിൽ ഇരുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് ആ ഒരു വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മേ ബി ഉള്ളതായിരിക്കാം. പക്ഷേ ഇത്തരത്തിലൊരു പബ്ലിക് ട്രയലിന് ഇട്ട് കൊടുത്ത ആ ഒരു ആക്ട് ആണ് എനിക്ക് ഒരു തരത്തിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്തത്. സോ ലെറ്റ്സ് സ്റ്റോപ്പ് ടേണിംഗ് സംവൺസ് ഹാർട്ട് ബ്രേക്കിംഗ് ടു എ പബ്ലിക് കോർട്ട് റൂം. നമുക്ക് ഇതിൽ സർവൈവറിനെ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് അറിയാത്ത ഒരു പ്രൈവറ്റ് റിലേഷൻഷിപ്പിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിഹത്യ ചെയ്യാതെ നമുക്ക് ഇതിൽ സർവൈവറിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എ ബ്രേക്കപ്പ് ഡസൻ ഗിവ് ഈതർ പേഴ്സൺ ഓണർഷിപ്പ് ഓവർ അതേഴ്സ് പ്രൈവറ്റ് സ്റ്റോറി. ഇതിൽ എടുത്തു പറയേണ്ട ഒരാൾ ഹോസ്റ്റാണ്. പണ്ടൊക്കെ ആ ഹോസ്റ്റിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണാൻ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഓപ്പോസിറ്റുള്ള വ്യക്തിന്റെ പ്രൈവസിയിലേക്ക് എത്രത്തോളം നുഴഞ്ഞു വരാൻ പറ്റുമോ ആ അവസരങ്ങളൊക്കെ മുതലെടുത്താണ് അതെങ്ങനെയാണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ, ഒരു ഉദാഹരണം പറയാവോ എന്നൊക്കെ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു ഇന്റർവ്യൂ കണ്ടിരിക്കുക. എത്രത്തോളം ഒരു മനുഷ്യന് ഒരാളുടെ പ്രൈവസിയിലേക്ക് നുഴഞ്ഞു കയറാൻ പറ്റുമോ അതിന്റെ ഒരു ഉത്തമ ഉദാഹരണം ആ ഹോസ്റ്റ് കാണിക്കുന്നുണ്ട്. ഞാൻ ഇതൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ ടോക്സിക് ബിഹേവിയറിനെ, നാർസിസ്റ്റിക് ആയിട്ടുള്ള അബ്യൂസീവ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യാണെന്ന് നിങ്ങൾ ഒരിക്കലും വളച്ചൊടിക്കാൻ പാടില്ല. ഐ എം സപ്പോർട്ടിംഗ് അക്കൗണ്ടബിലിറ്റി വിത്ത് ഫെയർനെസ്, ഡിഗ്നിറ്റി, പ്രൈവസി ഫോർ എവരിവൺ. എല്ലാവരും അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.